ഹലോ ഗായ്സ്, അപ്പാൽ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ കൊടുത്ത ഇന്നത്തെ പരിപാടി ഇഫാ ചിക്കൻ. അതൊക്കെ ട്രെൻഡ് ഔട്ടായതൊക്കെ നമുക്ക് വല്ല പുതിയ സാധനം ചെയ്യാ. നീ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടുണ്ടോ? ഞാനും കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് ചാനലിൽ വീഡിയോ എടുക്കാം. അതെ അപ്പൊ എങ്ങനെ പോലെ നമുക്കൊന്ന് കോട്സിന്റെ ആഗ്രഹം സാധിച്ചിട്ടും വരാം. അപ്പോൾ കഴിച്ചത് ഞാനൊരു നമ്മൾ അടിയുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഇത് 2 ചെസ്റ്റ് പീസ് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഒന്മാരെ നമുക്കില്ലേ നല്ല തല്ലി തേണ്ട ആവശ്യത്തേക്ക് ഇടണം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഫോർക്ക് വെച്ച് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ പിടിക്കണ്ടേ? മസാലയൊക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ, അങ്ങോട്ട് ഇനി നമുക്ക് ചിക്കനിലോട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് നമുക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ തൈര്, പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക. നല്ലൊരു കുഴമ്പ് ഒരു ആക്കം ഇതേപോലെ അങ്ങോട്ട് ആക്കി വെക്കുക അങ്ങോട്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചിക്കൻ എടുക്കുക. ആ മസാലയിൽ നല്ല രീതിക്ക് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് വിരട്ടി അങ്ങോട്ട് കൊടുക്കുക. അങ്ങോട്ട് നല്ല ചൊവ്വാതിരിക്കും, അങ്ങോട്ട് ഇതേപോലെ ഇരിക്കും. അപ്പോൾ അത് നമ്മുടെ പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുമാർ നമ്മൾ ശരിക്കും ഒരു ഓവർനൈറ്റാണ് മാറ്റി വെക്കണം. പക്ഷെ നമുക്കതിനുള്ള സമയമില്ല. സോ കുറഞ്ഞൊരു 15 മിനിറ്റ് മതി ഇവന്മാരെ അങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പോൾ അത് റെസ്റ്റ് ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനത് നമ്മളൊരു 3 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഉണ്ണി വേണ്ട, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്. എന്താണത്? ഇഫാ ചിക്കൻ തന്നെയല്ലേ? എന്തായാലും അളന്നെടുക്കണം എന്നല്ല, അത് വല്ലാത്തൊരളപ്പായി പോയി കേട്ടോ. ഒരു ഫ്രഷ് ക്രീം നമുക്കൊരു തേട്ട് പിടിച്ചാൽ മതില്ല. ഫ്രൂട്ട്സിന്റെ ഓരോ കലാവിരുദ്ധകളെ. ഇനി അടുത്ത് നമുക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ചീസ്. മിൽക്കി മിസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 4 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കാം. ഒന്ന് പോരട്ടെ. അമ്പറത്തെ മതി. വിനാഗിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്കിത് ഇങ്ങനെ 2 കറക്കാണ്ട്. പിന്നെ നമുക്ക് അത് ഓയിൽ ഒഴിച്ചിട്ട് അത്യാവശ്യം തിക്കി ആൻഡ് ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇനി നമ്മുടെ പെരട്ടി ചണം ചിക്കൻ കുട്ടന്മാരെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് സെറ്റായിട്ടാണ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ വെച്ച സോസിൽ അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ മേളിലോട്ട് അങ്ങോട്ട് അപ്പോൾ അത് നമ്മുടെ ഇഫാ ചിക്കൻ ചെറിയ അലങ്കോലപ്പണിയൊക്കെ നടത്തി സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അമ്മ. അപ്പൊ ഗായ്സ് നമ്മ സാധനം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അല്ലേ ഓട്സാ? അതെ, ഇതിൻ്റെ ടേസ്റ്റ് ഓഫ് പരിപാടിയാണ്. നമ്മൾ മസാല സവായ അതിൻ്റെ ചീസിൻ്റെ കൂടെ കോമ്പിനേഷൻ അല്ലെന്ന് നോക്കിയാൽ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്നു. ഗോഡ്സിന്റെ ഇഫാ ചിക്കൻ നമ്മൾ ടേസ്റ്റ് അടിപൊളിയാണ്. എടേ എന്നോടോ ബല നമ്മൾ ചീസൊക്കെ എടുക്കുന്നുണ്ട്. ഒരു മസാല ഷവായ ഇത് ഒരു ചെറിയൊരു ക്രീമി ടച്ച്, മറ്റേ അതിന്റെ ഒരു ഇത് വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഷവായ ഇഫാ ചിക്കൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ഓവറോൾ റിവ്യൂ പറയണെങ്കിൽ എന്താ കൊടുത്താ? ഞാൻ മസാല ഷവായ ഒരു ചീസി ക്രീം ചീസ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം കൊള്ളാം. അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ഇതുപോലത്തെ വീഡിയോക്ക് ഇനിയും നമ്മ ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലേ? പിന്നല്ലാണ്ട്. അപ്പൊ എപ്പോഴും പറഞ്ഞ പോലെ എന്താ കൊടുത്താ? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ബൈ.